എന്താ പറഞ്ഞേ? സുഭദ്ര വീട് വിട്ടു പോയെന്നോ? ഓ, അപ്പൊ ആ സംഭവം താൻ അറിഞ്ഞില്ലേ? എങ്കിൽ അതും നടന്നു കഴിഞ്ഞിരിക്കുന്നു. എടോ, ഏട്ടന് സ്ഥാനമില്ലാത്തടത്ത് അനിയത്തി നിൽക്കുവോ? എന്തായാലും എല്ലാം മനോഹരമായി ബാലരാമ, സന്തോഷമായി. സമാധാനായില്ലേ? സന്തോഷായില്ലേ? ഒരു തിരി കൊളുത്തി വിട്ടത് കത്തി കത്തി എവിടെ വരേക്ക് എത്തി, എങ്ങനെയൊക്കെ എത്തിയെന്ന് മനസ്സിലായല്ലോ. ഇനി ഹൃദയം തുറന്ന് ചിരിക്കാം, പാട്ടറിയെങ്കിൽ പാടുകയും ചെയ്യാം. എന്താ പാടുന്നു എന്റെ പുന്നാര ചേച്ചി? ഞാൻ എന്ത് ചെയ്തു? വെറുതെ ആവശ്യമില്ലാതെ എന്റെ മേലെ കുറ്റം ആരോപിച്ചോണ്ടല്ലോ. കുറ്റാരോപിക്കേ? എനിക്കെന്താ ഉച്ചകൃക്കല്ലേ താങ്കളുടെ മേൽ ആവശ്യമില്ലാതെ കുറ്റാരോപിക്കാൻ? ഇത്രയും ദുരന്തങ്ങൾ കൺമുമ്പിൽ ഉണ്ടായിട്ടും ഞാൻ ചേച്ചിയുടെ മുമ്പിൽ ഒരു മന്ദബുദ്ധിയെ പോലെ നിൽക്കുന്നാണോ? അതാണോ ചേച്ചിയുടെ മോഹം? എന്റെ മോഹം എന്താണെന്ന് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. അത് പ്രത്യേകിച്ച് പറയണ്ട, അതിന്റെ ഫലങ്ങളെ കണ്ടുകൊണ്ടിരിക്കണത്. ബാബു, മൈൻഡ് യുവർ വേർഡ്സ്. നീ എന്റെ അനിയനാ, ചേട്ടനല്ല. ചേട്ടനോ ചേച്ചിയോ ആയാൽ പോലും ചേച്ചി ഇതേ ചങ്കുരത്തോടെ ഫേസ് ചെയ്യും, അതെനിക്കറിയാം. ആര് വേദനിച്ചാലും ആര് കരഞ്ഞാലും യമുനെ ചെറുതൊട്ടും ബാധിക്കില്ല. എങ്ങനെ ബാധിക്കാൻ? അവനവനെ മാത്രം സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, ചേമ്പിലയിലെ വെള്ളം പോലെ ക്ലീനായി സേഫായി കഴിയാൻ. പക്ഷേ സ്വന്തം മനസാക്ഷിയോട് വല്ലപ്പോഴെങ്കിലും ചോദിച്ചു നോക്കണം, ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോന്ന്. എന്താ സുഭദ്ര ഈ കാട്ടിയത്? പ്രായവും പക്വതയുമുള്ള നമ്മള് കുട്ടികളെക്കാൾ കഷ്ടമായാലോ? സുഭദ്ര വീട് വിട്ടിറങ്ങിപ്പോയെന്ന് ശങ്കർജി ഫോണിലൂടെ പറഞ്ഞപ്പോ ഞാൻ ആ പടം വല്ലാതായി പോയി. എന്റെ മക്കളെ സ്വന്തം അച്ഛനേക്കാൾ സ്നേഹിച്ച ആളിനെ പ്രസാദ് വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോ പിന്നെ ഞാൻ അവിടെ നിൽക്കണമായിരുന്നോ ബാലേട്ട? നിൽക്കണമായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന് പ്രസാദ് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എൻ്റെ പിന്നാലെ സുഭദ്രയും പടിയിറങ്ങിയ നാട്ടുകാരെന്ത് പറയും? നടക്കാത്ത കാര്യങ്ങൾ വരെ ഊഹിച്ചു പറയുന്നവരാ സമൂഹം. മാത്രമല്ല, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അമ്മമാർ മക്കളുടെയും മരുമക്കളുടെയും കൂടെ നിന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണ്ടേ? അതിനു പകരം വീട് വിട്ടിറങ്ങുകയാണോ വേണ്ടത്? ഒരമ്മയുടെ ചുമതല മറന്നുകൊണ്ടല്ല ഞാൻ ഇവിടേക്ക് പോകുന്നത്. അത്രയ്ക്ക് മനസ്സ് മടുത്തുപോയി. അവരുടെ കല്യാണം കഴിഞ്ഞ നാള് മുതൽ കാണാൻ തുടങ്ങിയ പ്രശ്നങ്ങളാ. ബാലേട്ടൻ പറഞ്ഞതുപോലെ കുടുംബത്തിന്റെ കെട്ടുറപ്പിനായി ഒരുപാട് ശ്രമിച്ചവളാ ഞാൻ. അതിന്റെ ഫലം ഇങ്ങനെ. ദേഷ്യം കയറിയ പ്രസാദിന്റെ സ്വഭാവം എന്നെക്കാൾ നന്നായി നിനക്കറിയാമല്ലോ. ദേഷ്യപ്പെടുന്നതിന്റെ മുമ്പിൽ നമ്മളും വാളോങ്ങി നിൽക്കാതെ ശാന്തനാകുമ്പോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ വന്നതല്ലേ ബാലേട്ടൻ? എന്നിട്ട് എന്തായി? ഒന്ന് ചോദിച്ചോട്ടെ ബാലേട്ട, പ്രസാദ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിൽ ബാലേട്ടന് ഒരു വിഷമവും ഇല്ലേ? അത് ഇല്ല. ഉണ്ട്, നല്ല വിഷമമുണ്ട്, എനിക്കറിയാം. അത് പിന്നെ
എന്തായാലും നീ വീട് വിട്ടിറങ്ങിയ സമയം ശരിയായില്ലെന്നേ ഞാൻ പറയും. പരസ്പരം കലഹിക്കാൻ കീരിയും പാമ്പും പോലും നിൽക്കുന്നതിനിടയിൽ നീ വേണമായിരുന്നു. ബാലമാവ് പറയുന്നത് ശരി തന്നെയാ. അത് ഞങ്ങളും അമ്മയോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അമ്മ ചെയ്തതിൽ എന്താ തെറ്റ്? സുമിത്രയും പ്രസാദും തമ്മിലുള്ള വഴക്ക് കണ്ട് മനം മടുത്തിട്ടും അമ്മ വീട് വിട്ട് ഇറങ്ങിയിട്ടില്ല. ബാലമാമയെ പുറത്താക്കിയപ്പോഴാ അമ്മ ഇങ്ങനൊരു കാര്യത്തിന് മുതിർന്നത്. ചേട്ടനായ എന്നെ അവന് തല്ലാം കൊല്ലാം എന്ന് കരുതി ബാലമാമയോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാ അത് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബാലമാമ. അതിനുശേഷം ബാലമാമ പ്രസാദിനെ കാണാൻ അങ്ങോട്ട് പോയോ? അതെന്തൊരു ചോദ്യോ പാറു? അന്യനെ പോലെ ഇറക്കി വിട്ടടുത്തേക്ക് കയറി ചെല്ലാൻ ബാലമാമ ആരാ? അവന്റെ എന്നെ കരുതി നീ വികാരം കൊള്ളണ്ട രമേശ. ഞാൻ വയസ്സനല്ലേ, ലോകം ഒരുപാട് കണ്ടവൻ. ബാലമ്മാമയ്ക്ക് ഇതൊന്നും അത്ര പെട്ടെന്ന് അങ്ങോട്ട് യേശുവില്ല. മരുമകൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും കരുതി അവിടെ വീണ്ടും കയറി ചെന്നാൽ തല താണു പോകുമെന്ന ഭയവും ബാലമാമയ്ക്കില്ല. എത്രയും പെട്ടെന്ന് അവന് നല്ല ബുദ്ധി കൊടുക്കണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്ക്. പ്രസാദേട്ടൻ പോവാണോ? എന്താ അല്ല, കുളിക്കാതെ. എന്താ കുളിപ്പിക്കാൻ ഉദ്ദേശമുണ്ടോ? സാധാരണ കുളിക്കാതെ പ്രസാദേട്ടൻ എങ്ങും പോവാറില്ലല്ലോ. പ്രത്യേകിച്ച് എന്തിനാ നീ കുളിക്കുന്നത്? എല്ലാവരും ചേർന്ന് ചിട്ടകളൊക്കെ തെറ്റിക്കുകയാണ് അല്ലേ? തെറ്റുന്നുണ്ട് നഷ്ടം തനിക്കല്ലല്ലോ, എനിക്കല്ലേ? ആ, ഞാൻ സഹിച്ചു. കുഞ്ഞേ, ദാ ഇതെന്താ? ഉച്ചയ്ക്കുള്ള ഊണ് കൊടുത്തയക്കണമെന്ന് സാറ് പറഞ്ഞു. ആണോ? ഇനിതാ. സാറ് പോയല്ലോ കുഞ്ഞേ, നീ എന്ത് ചെയ്യും? ഇതങ്ങകത്ത് കൊണ്ടുവച്ചേക്ക്. മേ ഐ കം ഇൻ സർ? യെസ്, വരൂ വരൂ. സുമിത്രയുടെ ലീവ് ആപ്ലിക്കേഷനാ. ഈ സുമിത്രയ്ക്ക് എന്തു പറ്റി? ഇടയ്ക്കിടെ ലീവാണല്ലോ. അത് എന്തോ പേഴ്സണൽ പ്രോബ്ലം ആ കുട്ടിയെ ശല്യം ചെയ്യുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നു. സാറിൻ്റെ ഊഹം ശരിയാണ്. സുമിത്ര വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ് സാർ. എന്താ ഉഷേ തൻ്റെ ഫ്രണ്ടിന് പറ്റിയത്? അടുത്ത സുഹൃത്തായ സ്ഥിതിക്ക് തനിക്ക് അറിയാതിരിക്കില്ലല്ലോ. സുമിത്രയുടെ ഫാമിലി ലൈഫ് അത്ര സുഖകരമല്ല സർ. ഓ, അത് വല്ലാത്ത കഷ്ടമായല്ലോ. സുമിത്രയെ പോലൊരു പെൺകുട്ടിക്ക് ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ലായിരുന്നു. കുറച്ചു നാളായി ആ കുട്ടിയുടെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ജോലിയിൽ പ്രവേശിക്കാൻ ശങ്കർജി സാറുമായി ഈ ക്യാബിനിലെത്തിയ ആ സുമിത്രയുടെ സ്മാർട്ട് ഫേസ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. സത്യം പറയാലോ സാർ, സുമിത്രയെ തീരെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരാളാണ് അവരുടെ ഹസ്ബൻഡ്. സാറ് ശ്രദ്ധിച്ചിരിക്കും, സുമിത്ര ഇപ്പോൾ കഥയൊന്നും എഴുതാറില്ല. യെസ്, ഞാൻ ശ്രദ്ധിച്ചു. പല ജീനിയസുകളുടെയും ഒരുതരം വല്ലാത്ത വിധിയാണത്. അയാൾ സ്റ്റോപ്പ് ചെയ്യിച്ചതാവല്ലേ? അങ്ങനെ ഓപ്പണായി തടഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇൻഡയറക്റ്റായി തന്റെ താല്പര്യമില്ലായ്മ കാണിച്ചു അല്ലേ? രണ്ടായാലും ഫലമൊന്നല്ലേ? മലയാളത്തിനൊരു നല്ല കഥാകാരിയെ നഷ്ടപ്പെട്ടു. വെരി ബാഡ്. എന്തായാലും ഉഷേ, ആസ് എ ട്രൂ ഫ്രണ്ട്, ഈ ഘട്ടത്തിൽ സുമിത്ര ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് വീണു പോകാൻ നോക്കേണ്ടത് നിങ്ങൾ ഫ്രണ്ട്സിന്റെ ചുമതലയാണ്. എങ്ങനെയും ആ പഴയ സുമിത്രയെ വീണ്ടെടുക്കാൻ ശ്രമിച്ചു നോക്കണം. എനിക്ക് തോന്നുന്നത് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നതിനേക്കാൾ നല്ലത് ജോലിക്ക് വരുന്നതാണ്. ഇവിടെയാവുമ്പോൾ പെസിമിസ്റ്റിക്കായ ചിന്തകൾ ഉണ്ടാവില്ല. ഫ്രണ്ട്സ്, കസ്റ്റമേഴ്സ്, തിരക്ക് പിടിച്ച ജോലി എല്ലാം കൂടി ആവുമ്പോൾ മനസ്സിനൊരു ഉണർവുണ്ടാവും. ശരിയല്ലേ? ശരിയാണ്. പക്ഷേ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല സുമിത്ര. ഞാൻ സുമിത്രയുടെ ഹസ്ബൻഡിനെ വിളിച്ചൊന്ന് സംസാരിച്ചാലോ? വേണ്ട സാർ, അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അയാൾ അത്തരത്തിലുള്ള ഒരാളാ, അതുകൊണ്ടാ. ഓഹോ,
എന്തായാലും മഹാകവി ശങ്കർജിയുടെ മകൾക്ക് ഇങ്ങനൊരു വിധി വന്നുകൂടായിരുന്നു. പക്ഷെ എല്ലാം ശരിയാവും. കാരണം എന്താണെന്നോ? ഭൂമിയിലെ അനുഗ്രഹങ്ങളാണ് എഴുത്തുകാരും കലാകാരന്മാരും. അവരെ ഈശ്വരൻ പരീക്ഷണങ്ങളിൽ പെടുത്തേക്കാം, പക്ഷെ ശിക്ഷിക്കില്ല. ലെറ്റ് us hope for the best. സുമിത്ര ഉണ്ടോ അതോ ബാങ്കിൽ പോയോ? ഇല്ല, മുകളിലുണ്ട്. ഉം. സുമിത്രേ, ശ്യാമിയോ? ഇരിക്കൂ. ഉറങ്ങായിരുന്നോ? ഞാൻ വെറുതെ ഓരോന്നാലോചിച്ച്. എങ്ങനെ സമാധാനിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന ആലോചനകളും ടെൻഷനും കൂടുകയുള്ളൂ. നമുക്ക് വീട്ടിലേക്ക് പോവാം. സംസാരിക്കാൻ ഒരാളുണ്ടാവുമ്പോൾ തന്നെ പകുതി വിഷമം കുറയും. ഇവിടെയാണെങ്കിൽ ഇപ്പം അമ്മയും ഇല്ലല്ലോ. എന്ത് പറയുന്നു? പോവാം. ഇല്ല ശ്യാമേ, ഞാൻ എങ്ങോട്ടുമില്ല. അവിടെ വന്നാലും ഞാൻ ഒറ്റയ്ക്കായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കൂടി ഇറിറ്റേഷനാവും. ഇവിടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, പഴയ സംഗതികൾ. ചിലപ്പോ ചിലതൊക്കെ ഓർക്കുമ്പോ സങ്കടം വന്നേക്കാം. എന്നുവെച്ച് അതിൽ നിന്നൊന്നും ഒളിച്ചോടാൻ കഴിയില്ലല്ലോ. അതൊക്കെ യാഥാർത്ഥ്യങ്ങൾ തന്നെയല്ലേ. എന്തായാലും ലീവായതുകൊണ്ട് ഓർമ്മകൾക്ക് കൊടുക്കാൻ സമയമുണ്ട്. എത്ര ദിവസത്തേക്കാ ലീവ്? ഒരാഴ്ചത്തേക്ക്. ഉഷയും കാലിതും ഒക്കെ പറയുന്നു ലീവ് ക്യാൻസൽ ചെയ്ത് ജോയിൻ ചെയ്യാൻ. ബാങ്കിലെത്തിയ ഈ ചിന്തകളും ടെൻഷനും ഒക്കെ കുറെ മാറുമെന്ന്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ജോലിയിൽ എൻഗേജ്ഡ് ആവുമ്പോൾ ഇതൊക്കെ അത്ര നേരത്തേക്കെങ്കിലും മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോവുമല്ലോ. ഇല്ല ശ്യാമേ, എന്റെ മനസ്സ് ഒരു വിശേഷപ്പെട്ട സാധന. ഒന്നിൽ പിഴച്ചാൽ പിന്നെ മറ്റൊന്നിനും അവിടേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ബാങ്കിൽ പോയാലും കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്നാലും മനസ്സ് ഈ വീട്ടിൽ തന്നെയായിരിക്കും. അപ്പോ കണക്കൊക്കെ തെറ്റും. എത്ര വട്ടം ഉഷ ഞാൻ ചെയ്തു വെച്ച തെറ്റുകൾ തിരുത്തിയിരിക്കുന്നു. വേണ്ട ശ്യാമേ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. പ്രസാദേട്ടൻ എന്നോട് കുറെ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് ഓഫീസിലേക്ക് പോയി. ഭാഗ്യവതിയ ശ്യാമേ ഞാൻ. എനിക്കൊരൊറ്റ കുറ്റബോധമേ ഉള്ളൂ. ഞാൻ കാരണമാണല്ലോ ബാലമാമയ്ക്കും അമ്മയ്ക്കും ഈ വീട് വിട്ടിറങ്ങേണ്ടി വന്നത്. എന്ന് ഞാൻ ഈ പടി കയറിയോ അന്ന് തുടങ്ങി ഈ വീടിന്റെ കഷ്ടകാലം. അവരെയൊക്കെ പുറത്താക്കിയിട്ട് അതിന് കാരണക്കാരിയായ ഞാൻ മാത്രം ഈ വീട്ടില്. ദൈവമേ,
എത്ര പാവിയാ ഞാൻ. സുമിത്രേ, കരയില്ലേ? സുമിത്ര ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെന്തിനാ കരയണ?